ഇപ്പൊ വന്ന RRB NTPC നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എത്രയാണെന്നറിയാം? വെറും 0.08% ആണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്, 8% അല്ല, മറിച്ച് 0.08%. 1,21,00,000 ആൾക്കാരാണ് കഴിഞ്ഞ 2024 എക്സാമിന് അപ്ലൈ ചെയ്തത്. NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ചേർന്ന് നോക്കുകയാണെങ്കിൽ അവിടെ വേക്കൻസി കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സോൺ സെലക്ഷൻ. ഏറ്റവും പ്രധാനം സോൺ സെലക്ഷൻ. അതായത് നമ്മൾ ഒരു ആവേശത്തിൽ കയറി ചെന്നൈയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടണമെന്നില്ല, തിരുവനന്തപുരം ചൂസ് ചെയ്യുകയാണെങ്കിൽ ജോലി കിട്ടണമെന്നില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കുട്ടി എവിടെ വയ്ക്കണം, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആയ ഒരു കുട്ടി എവിടെ വയ്ക്കണം, ആ ഒരു കാര്യം നമുക്ക് ഇന്നത്തെ സെഷനിൽ ഫുള്ള് നമുക്ക് അനലൈസ് ചെയ്യാം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ഇത് സൂപ്പർ നോട്ട്സിന്റെ SSC RRB ചാനലാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു സെൻട്രൽ എക്സാംസിന്റെ ഇൻഫർമേഷൻ മിസ്സാവത്തില്ല. അതിപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, ലാസ്റ്റ് ഡേറ്റ് ആയിക്കോട്ടെ, ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ അറിഞ്ഞു മാത്രമേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. എത്രയാണ് നിങ്ങളുടെ സാധ്യതകൾ, അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് സോൺ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു. സോൺ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം നോക്കുക, തിരുവനന്തപുരത്തെ വേക്കൻസി ഏറ്റവും കുറവാണ്. ഞാൻ ആ വേക്കൻസിയിലോട്ട് തന്നെ പോവാം. തിരുവനന്തപുരം ആയിക്കോട്ടെ, ചെന്നൈ ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ. നോക്കുക, ബാംഗ്ലൂരിലാകെ 241 വേക്കൻസി മാത്രമേ ആകെ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ 187 വേക്കൻസി മാത്രമേ ആകെ ഉള്ളൂ. ഇനി തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ വെറും 58 വേക്കൻസി മാത്രമേ ആകെ ഉള്ളൂ. പക്ഷേ നോക്കി, നമ്മളിപ്പോൾ ബിലാസ്പൂർ ഒക്കെ നോക്കുകയാണെങ്കിൽ 864 വേക്കൻസി ഉണ്ട്. കൊൽക്കത്ത നോക്കുകയാണെങ്കിൽ 685 വേക്കൻസി ഉണ്ട്. മാൾഡ നോക്കുകയാണെങ്കിൽ 522 വേക്കൻസി ഉണ്ട്. എന്നാലോചിച്ച് നോക്കി, ഇവിടെ വെച്ചാൽ നമുക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല. കോമ്പറ്റീഷൻ, കട്ട് ഓഫ്, ദെൻ ഒരുപാട് ഫാക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അടക്കം ഒത്തിരി ഫാക്ടേഴ്സ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഏതൊക്കെയാണ് സെലക്ഷൻ ഫാക്ടേഴ്സ്, എന്തുകൊണ്ട് നമ്മൾ സോൺ സെലക്ട് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് വേക്കൻസിയാണ്. നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോൺ സെലക്ഷനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് വേക്കൻസി, രണ്ടാമത്തേത് കട്ട് ഓഫ് ആണ്. കഴിഞ്ഞ പരീക്ഷകളുടെ കട്ട് ഓഫ് എത്രയാണ്? നമ്മൾ കട്ട് ഓഫ് പറയുമ്പോൾ ഒരിക്കലും 2019 NTPC ഡേറ്റ് എടുത്തിട്ട് കാര്യമില്ല. കാര്യം 2019 ഒരു സെനാരിയോ അല്ല ഇപ്പോൾ വരുന്നത്. നമുക്കിപ്പോൾ എടുക്കേണ്ടത് 2024 CBT 1 കട്ട് ഓഫ് നമുക്ക് ബേസ് ആക്കാം. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് മൂന്നാമത്തേത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ 6 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓരോ പോസ്റ്റിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. ഇപ്പം ഞാൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കാം, ഞാൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ ഞാൻ തിരുവനന്തപുരം വെച്ചിട്ടോ ചെന്നൈ വെച്ചിട്ടോ ബാംഗ്ലൂർ വെച്ചിട്ടോ ഒരു കാര്യവുമില്ല, എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. എൻ്റെ സാധ്യത അവിടെ ഭയങ്കരമായിട്ട് കുറയാണ്. അപ്പോൾ അതേസമയം ഞാൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ എനിക്ക് മാൾഡ ചൂസ് ചെയ്യാം, ഉറപ്പായിട്ടും ജോലി കിട്ടും. കൊൽക്കത്ത ചൂസ് ചെയ്യാം, ജോലി കിട്ടും. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് ചില ആൾക്കാർക്ക് സ്വന്തം നാട് വിട്ടും ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല. എൻ്റെ കേസ് എടുക്കാം, എനിക്ക് എൻ്റെ നാട് വിട്ടും ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തിരുവനന്തപുരവും ചെന്നൈയോ ഇതൊക്കെ മാത്രമേ എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി ഒരു സ്ഥലം എനിക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട് സോൺ സെലക്ഷനെ. അപ്പോൾ നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടത്, ഇന്ത്യയിൽ എവിടെ വേണോ പോവുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട സോൺ വേറെയാണ്. ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. നോക്കിയ മക്കളെ, ഇതാ ഈ കാണുന്നത് ഇപ്പോൾ വന്ന NTPC നോട്ടിഫിക്കേഷൻ്റെ വേക്കൻസീസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓരോ സോണുകൾ നോക്കുക. ഇപ്പോൾ ഒരുപാട് സോണുകളുണ്ട്. ഇപ്പോൾ ഞാൻ മൊത്തം സോണുകൾ പറയുന്നില്ല, ഞാൻ വേക്കൻസി ഉള്ള നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സോണുകളെ കുറിച്ച് മാത്രമേ ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ബാക്കിയുള്ള സോണുകളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ ഒന്ന് വേക്കൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബിലാസ്പൂറാണ്. ബിലാസ്പൂർ നോക്കുകയാണെങ്കിൽ ബിലാസ്പൂരിൽ ജനറൽ കാറ്റഗറിയിൽ 350 വേക്കൻസി കിടപ്പുണ്ട്. SC 126 വേക്കൻസിയാണ്, ST 64 വേക്കൻസിയാണ്, OB 236 വേക്കൻസി ഉണ്ട്. ദെൻ EWS ആണെങ്കിൽ 88 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 864 വേക്കൻസിയാണ് ബിലാസ്പൂരിൽ, 864 വേക്കൻസി. അതേസമയം കൊൽക്കത്ത നോക്കുകയാണെങ്കിൽ 685 വേക്കൻസി ഉണ്ട്. റാഞ്ചി നോക്കുകയാണെങ്കിൽ 651 വേക്കൻസി ഉണ്ട്. മുംബൈ 596 വേക്കൻസിയാണ്. മാൾഡ കോമ്പറ്റീഷൻ കുറവാണ്, 522 വേക്കൻസി ഉണ്ട്. ദെൻ സെക്കന്ദരാബാദ് 396 വേക്കൻസി, ഭോപ്പാൽ 382 വേക്കൻസി, പോണ്ട കോമ്പറ്റീഷൻ കൂടുതലാണ്. ദെൻ അജ്മീർ 345 വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂർ 241 വേക്കൻസി ഉണ്ട്. ദെൻ ചെന്നൈ 187 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം 58 വേക്കൻസി ഉണ്ട്. എങ്ങനെയാണ് വേക്കൻസിയുടെ ഒരു ടേബിൾ വരുന്നത്? ഇനി അടുത്ത് നോക്കുക, ഓരോ പോസ്റ്റുകളുടെ വേക്കൻസി എത്രയാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
ഓരോ പോസ്റ്റുകളുടെ വേക്കൻസി എത്രയാണ്? അതായത് 6 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ RRB നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. 1 ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, 2 സ്റ്റേഷൻ മാസ്റ്റർ, 3 ഗുഡ്സ് ട്രെയിൻ മാനേജർ, 4 ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, 4 സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ദെൻ ട്രാഫിക് അസിസ്റ്റന്റ്. അങ്ങനെ 6 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ RRB നോട്ടിഫിക്കേഷൻ ഇട്ടേക്കാണ്. പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ബിലാസ്പൂർ ആണ്. സോ ബിലാസ്പൂരിൽ സ്റ്റേഷൻ മാസ്റ്റർ 35 വേക്കൻസി കിടപ്പുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ 1, 2, 3 ഒന്നുമല്ല, 35 വേക്കൻസിയാണ് സ്റ്റേഷൻ മാസ്റ്റർ കിടക്കുന്നത്. ഇനി അതേസമയം നമ്മൾ അവിടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ നോക്കുകയാണെങ്കിൽ പഴയ ഗുഡ്സ് ഗാർഡ് റണ്ണിംഗ് പോസ്റ്റ് ആണ്, അലവൻസ് ഒക്കെ ബാക്കി കൂടുതലാണ്. സോ ഗുഡ്സ് ഗാർഡ് നോക്കുകയാണെങ്കിൽ 812 വേക്കൻസിയാണ് നടക്കുന്നത്. 812 വേക്കൻസി. സോ ഗുഡ്സ് ഗാർഡിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് 8 ആണ്. 8 എന്ന് വെച്ചാൽ നിങ്ങൾ മെഡിക്കലി ഹൈ ആയിരിക്കണം, ഫിസിക്കലി ഹൈ ആയിരിക്കണം. അതായത് വിഷൻ, നിങ്ങൾക്ക് സ്പെക്സ് വയ്ക്കാതെ പ്രോപ്പറായിട്ടുള്ള വിഷൻ വേണം. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം, പ്രശ്നം വരുന്നില്ല. കാര്യം ഗുഡ്സ് ഗാർഡ് അവിടെ 812 വേക്കൻസി കിടക്കുകയാണ്. 812 വേക്കൻസി. ഇനി അതേസമയം ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 6 വേക്കൻസിയേ ഉള്ളൂ. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 11 വേക്കൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആയ ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അടിപൊളി സോണാണ്. കാര്യം അവിടെ ഗുഡ്സ് ഗാർഡ് എന്ന നല്ലൊരു പോസ്റ്റ് കിടപ്പുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ കുഴപ്പമില്ല, 35 വേക്കൻസി കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞടുത്ത ബാക്കി പോസ്റ്റുകൾ കുറവാണ്. അപ്പോൾ ബാക്കി ഇപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണെങ്കിൽ എനിക്ക് അവിടെ വെച്ചിട്ടൊരു പ്രയോജനമില്ല. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ ഏത് ചൂസ് ചെയ്യാം? ബിലാസ്പൂർ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ കൊൽക്കത്ത 159 വേക്കൻസി സ്റ്റേഷൻ മാസ്റ്റർ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ B2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. ഓക്കെ, B2. കാര്യം സ്പെക്സ് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വിഷൻ മതി, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം നമ്മൾ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, അതിനൊക്കെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 ആണ്. ഓക്കെ, C2 അതായത് ഏറ്റവും താഴെയുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് C2. തന്നിരിക്കുന്നതിൽ ഏറ്റവും താഴെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് C2. നമുക്ക് സ്പെക്സ് വെച്ചാലും നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞടുത്ത് കൊൽക്കത്തയിലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ നോക്കുകയാണെങ്കിൽ അവിടെ 154 വേക്കൻസി ഉണ്ട്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 159 വേക്കൻസി ഉണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 152 വേക്കൻസി ഉണ്ട്. ദെൻ ട്രാഫിക് അസിസ്റ്റന്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. ട്രാഫിക് അസിസ്റ്റന്റ് 59 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 655 വേക്കൻസിയാണ്. പക്ഷേ ഈ കൊൽക്കത്തയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കൊൽക്കത്ത എപ്പോഴും കോമ്പറ്റീഷൻ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആലോചന കണ്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഞാനൊരിക്കലും അപ്ലൈ ചെയ്യണമെന്ന് പറയത്തില്ല. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് റാഞ്ചി നോക്കിയാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ 675 വേക്കൻസി കിടപ്പുണ്ട്. 675 വേക്കൻസിയാണ് റാഞ്ചിയിലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ അവിടെ ചൂസ് ചെയ്യാം. കാര്യം ഇത്രയും വേക്കൻസി അവിടെ കിടക്കുകയാണ്. ടോട്ടൽ 651 വേക്കൻസി ഉണ്ട്. ഇപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, കാര്യം വേക്കൻസി കുറവാണ്. അത് കഴിഞ്ഞ് മുംബൈ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ നല്ല ഹൈ ആയിരിക്കും. നോക്കിയും കണ്ട് മാത്രം നിങ്ങൾ വെച്ചാൽ മതി. മുംബൈ നോക്കുകയാണെങ്കിൽ അവിടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ 310 വേക്കൻസി കിടപ്പുണ്ട്. ദെൻ സ്റ്റേഷൻ മാസ്റ്റർ 87 വേക്കൻസി ഉണ്ട്. മുംബൈയിൽ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 18 വേക്കൻസി ഉണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 73 വേക്കൻസി. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 98 വേക്കൻസി കിടപ്പുണ്ട്. ടോട്ടൽ 596 വേക്കൻസിയാണ്. പക്ഷേ മുംബൈയുടെ ഒരു പ്രശ്നം, കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു സ്ഥലമാണ്. അടുത്ത് മാൾഡ. ഞാൻ അപ്ലൈ ചെയ്യാൻ പറയുന്ന ഒരു സോണ് മാൾഡയാണ് കേട്ടോ. കാര്യം നിങ്ങൾക്ക് ജോലി മതി. നിങ്ങൾ ഇന്ത്യയുടെ എവിടെ വേണോ നിങ്ങൾ പോകും. മക്കളെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരിക്കലും വേക്കൻസി മാത്രം ചൂസ് ചെയ്ത് പോരുത്. നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റൂ, അതൊന്നാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. അത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ വിവേക് എക്സ്പ്രസ്സിൽ കയറിയിട്ട് കുറച്ച് ദൂരം ഒന്ന് സഞ്ചരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്താണെന്ന്. ഓക്കെ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങോട്ടത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സാഹചര്യം ആയിക്കോട്ടെ, ബാക്കി കുറേ കാലം നമ്മളിവിടെ നിൽക്കേണ്ടി വരും. ഒത്തിരി വർഷങ്ങൾ ഇവിടെ നിന്നാലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ സോണിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതും ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ അവിടെ കുറേ കാലം നമ്മൾ ലൈഫ് അവിടെ താമസിക്കേണ്ട ആൾക്കാരാണ്. സാലറി മാത്രം പോരാ. സാലറിയൊക്കെ നമ്മളിപ്പോൾ ഏത് പോസ്റ്റ് ആയാലും സ്റ്റാർട്ടിങ് തന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 10,60,000 പ്ലസ് സാലറി കിട്ടും. അടുത്ത പേ കമ്മീഷൻ വരുമ്പോൾ അതിനേക്കാളും ഒരു 1.5 ആയിട്ട് സാലറി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സാലറി നല്ല സാലറി ഉണ്ട്. പക്ഷേ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, മാൾഡ ചൂസ് ചെയ്യുമ്പോൾ, വെസ്റ്റ് ബംഗാളിലെ മാൾഡ ചൂസ് ചെയ്യുമ്പോൾ അവിടെ ജോലി കിട്ടും. ഓക്കെ, പക്ഷേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൾച്ചറല്ല. ഓക്കെ, അപ്പോൾ മാൾഡ
ഗുഡ്സ് ട്രെയിൻ മാനേജർ 461 വേക്കൻസി കിടപ്പുണ്ട്, 461 വേക്കൻസി. ദെൻ സ്റ്റേഷൻ മാസ്റ്റർ 35 വേക്കൻസി കിടപ്പുണ്ട്. സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് 26 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 522 വേക്കൻസിയാണ്. സോ നിങ്ങൾ ഫിസിക്കലി ഹൈ ആണെങ്കിൽ മാൾഡ ചൂസ് ചെയ്യാം, ബിലാസ്പൂർ ചൂസ് ചെയ്യാം. ഓക്കെ ആണ്. അതായത് 2 കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണോ ജോലി ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് റെഡി ചെയ്യാൻ എനിക്കൊരു ജോലി മാത്രം മതി. ഓക്കെ. അത് കഴിഞ്ഞടുത്ത് സെക്കന്ദരാബാദ് നോക്കുകയാണെങ്കിൽ അവിടെ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 34 വേക്കൻസി ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ 74 വേക്കൻസി ഉണ്ട്. ഗുഡ്സ് ട്രെയിൻ ഗോഡ് 190 വേക്കൻസി ഉണ്ട്. ദെൻ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 71 വേക്കൻസി. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 27 വേക്കൻസി. ടോട്ടൽ 396 വേക്കൻസിയാണ്. ഇനി ഭോപ്പാല് ഞാൻ പറയുന്നില്ല, കോമ്പറ്റീഷൻ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അടുത്ത അജ്മീറിലേക്ക് പോകുമ്പോൾ അവിടെ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 9 വേക്കൻസി. ദെൻ സ്റ്റേഷൻ മാസ്റ്റർ 53 വേക്കൻസി. അത് കഴിഞ്ഞടുത്ത ഗുഡ്സ് ഗാർഡ് 123 വേക്കൻസി. പഴയ ഗുഡ്സ് ഗാർഡിനെയാണ് നമ്മൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത്. റണ്ണിംഗ് പോസ്റ്റ് ആണ്, അലവൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അടുത്ത ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 121 വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 39 വേക്കൻസി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അജ്മീർ ചൂസ് ചെയ്യുന്നു, അജ്മീർ ആര് ചൂസ് ചെയ്യണം? അജ്മീർ ആര് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണ്. അതായത് നിങ്ങൾ സ്പെക്സ് വയ്ക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, പക്ഷെ എനിക്കൊരു ജോലി വേണം, അജ്മീർ ചൂസ് ചെയ്യാം, കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കട്ട് ഓഫ് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന കട്ട് ഓഫ് 2019 കട്ട് ഓഫ്, അതിന് മുമ്പത്തെ കട്ട് ഓഫ്, അത് വെച്ചാണ് ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. അതല്ല ഇപ്പോഴത്തെ സ്റ്റാറ്റ്. കാര്യം 5 വർഷങ്ങൾക്ക് മുമ്പുള്ള കോമ്പറ്റീഷൻ അല്ല ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് 2024 CBT 1 ഇപ്പോൾ കഴിഞ്ഞ CBT 1 ഡേറ്റ എടുത്തോ, അവിടെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. അടുത്ത പേജിലോട്ട് നമുക്കത് പോകാം. ഓക്കെ. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ നമുക്കിപ്പോൾ മലയാളികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 സോണുകളാണ്. തൊട്ടടുത്ത് നീ കിടക്കണം, നമ്മുടെ നാട്ടിൽ കിടക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അടുത്ത് കിടക്കണം. ബാംഗ്ലൂർ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിടക്കത്തില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്. നമ്മുടെ നാടിൻ്റെയൊക്കെ അടുത്ത് കിടക്കണമെങ്കിൽ ഈ 3 സോണുകൾ ചൂസ് ചെയ്യാം. 1 ബാംഗ്ലൂർ, 2 ചെന്നൈ, 3 തിരുവനന്തപുരം. ചെന്നൈയൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ട് ഓഫ് കയറി വരും. കാര്യം ഒരുപാട് ആൾക്കാർ എഴുതുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 10 വേക്കൻസി കിടപ്പുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ 36 വേക്കൻസി കിടപ്പുണ്ട്. ഗുഡ്സ് ഗാർഡ് 134 വേക്കൻസി കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 30 വേക്കൻസി ഉണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 31 വേക്കൻസി. ടോട്ടൽ 241 വേക്കൻസി കിടപ്പുണ്ട്. അവിടെ നോക്കുക, നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണെങ്കിൽ ഞാൻ ഈ 3 സ്ഥലത്തേ വർക്ക് ചെയ്യത്തുള്ളൂ, എനിക്ക് എൻ്റെ നാടുമായിട്ട് വിട്ടു പോകാൻ പറ്റത്തില്ല, ബാംഗ്ലൂർ ചൂസ് ചെയ്തു. കോമ്പറ്റീഷൻ ഒരു മോഡറേറ്റ് ടു ഹൈ ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. മോഡറേറ്റ് ടു ഹൈ ആണ് കോമ്പറ്റീഷൻ, നല്ലതായിരിക്കും. ബാംഗ്ലൂർ ചൂസ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഇനി അതേസമയം ചെന്നൈ നോക്കുകയാണെങ്കിൽ ചെന്നൈ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 6 വേക്കൻസിയാണ്. സ്റ്റേഷൻ മാസ്റ്റർ 2 വേക്കൻസി. ഗുഡ്സ് ട്രെയിൻ മാനേജർ 3 വേക്കൻസി. അത് കഴിഞ്ഞ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 17 വേക്കൻസി. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 51 വേക്കൻസി. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ റെഡിയാണ്. എത്ര കട്ട് ഓഫ് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഹൈ ആണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് ഏത് ചൂസ് ചെയ്യാം? ചെന്നൈ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ. ടോട്ടൽ 187 വേക്കൻസി ഉണ്ട്. അടുത്ത തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 4 വേക്കൻസി ഉണ്ട്. അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ 27 വേക്കൻസി ഉണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജർ 17 വേക്കൻസി ഉണ്ട്. അടുത്ത ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് വന്നിട്ട് 10 വേക്കൻസി ഉണ്ട്. എനിക്ക് എൻ്റെ നാട് വിട്ട് ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല. എനിക്ക് കേരളത്തിൽ തന്നെ എനിക്ക് ജോലി ചെയ്യണം, തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആ ഡിവിഷനിൽ തന്നെ എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഇല്ല, ഇത് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ കട്ട് ഓഫ് നമുക്ക് നോക്കാം. ഇത് വെച്ചല്ലേ നമ്മൾ പറയേണ്ട. കട്ട് ഓഫ് എന്നൊരു ഡേറ്റ് പറയുമ്പോൾ പണ്ടത്തെ ജാംബോവിൻ്റെ എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നോക്കുക, ബിലാസ്പൂർ ഏറ്റവും അധികം വേക്കൻസി ഉള്ളൊരു സ്ഥലമാണ് ബിലാസ്പൂർ. സോ ബിലാസ്പൂരിൽ 72 മുതൽ 79 വരെയാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന കട്ട് ഓഫ്. ഈ പ്രാവശ്യം മേ ബി ചിലപ്പം കൂടാം, കാര്യം ഉള്ള ആൾക്കാർ കുറേയൊക്കെ പേര് വെക്കുന്ന ബിലാസ്പൂരിലായിരിക്കും. ഓക്കെ. അടുത്ത കൊൽക്കത്ത 73 മുതൽ 78 വരെയാണ്. കാര്യം കൊൽക്കത്ത കോമ്പറ്റീഷൻ ഉള്ളൊരു സ്ഥലമാണ്. കാര്യം കഴിഞ്ഞ തവണ എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ മാറ്റി വെച്ച് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു CBT 1 ഇങ്ങനെ ഒരു കട്ട് ഓഫ് വന്നത്. അടുത്ത മുംബൈ നോക്കുകയാണെങ്കിൽ 71 മുതൽ 80 വരെയാണ് മുംബൈയിലെ കട്ട് ഓഫ്. 71 മുതൽ 80 വരെ. ഓക്കെ. കാര്യം ലെവൽ 2 ലെവൽ 4 വന്നിട്ടൊരു കട്ട് ഓഫ് ആയിരിക്കും, ലെവൽ 5 മറ്റൊരു കട്ട് ഓഫ് ആയിരിക്കും, ലെവൽ 6 ഒരു കട്ട് ഓഫ് ആയിരിക്കും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വേരിയിങ് ഡേറ്റ് വരുന്നത്. അടുത്ത മാൾഡ നോക്കി, മാൾഡ മക്കളെ 72 മുതൽ 76 വരെയാണ് കഴിഞ്ഞ CBT 1 കട്ട് ഓഫ്. 72 മുതൽ 76 വരെ, അതായത് കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് കുറവാണ്. അടുത്ത സെക്കന്ദരാബാദ് 73 മുതൽ 80 മാർക്ക് വരെയാണ് കട്ട് ഓഫ് വന്നത്. ഭോപ്പാൽ 74 മുതൽ 77 വരെ. അജ്മീർ 77 മുതൽ 83 വരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അജ്മീറിന്റെ കേസ്.
അജ്മീറിലെ വേക്കൻസി ഉണ്ട്. കാര്യം കഴിഞ്ഞ തവണ കോമ്പറ്റീഷൻ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അജ്മീർ ചൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് CBT 1 ഇത്രയും അങ്ങോട്ട് കയറിയത്. അടുത്ത ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ 67 മുതൽ 76 വരെ. നോക്കിയിടാം ബാംഗ്ലൂരിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 സോണുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ. ബാംഗ്ലൂർ നിങ്ങൾ ചൂസ് ചെയ്യുന്നു, കുഴപ്പമില്ല. കട്ട് ഓഫ് ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇനി ചെന്നൈ നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ കട്ട് ഓഫ് 70 മുതൽ 79 വരെയും തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് 70 മുതൽ 73 വരെയാണ്. ഇതാണ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ്. സോ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാം ഏത് സോൺ ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ കുറേ ഡേറ്റ വെച്ച് കുറേ കാര്യങ്ങളും ബാക്കിയൊക്കെ പറഞ്ഞു. ഇനി ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ ഹോം സിക്ക്, നിങ്ങൾക്ക് നാട് വിട്ട് പോവാൻ പറ്റത്തില്ല, എന്തൊക്കെ ആയാലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തായാലും കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരിക്കലും വല്ലപ്പോഴേക്കൊക്കെ നാട്ടിൽ വരണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബാംഗ്ലൂർ ചൂസ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ആദ്യം ഏത് ചൂസ് ചെയ്യാം? ബാംഗ്ലൂർ നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ബാംഗ്ലൂർ. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് തിരുവനന്തപുരം ചൂസ് ചെയ്തിട്ട് വലിയ ഞാൻ പറയുന്നില്ല അത്. ഓക്കെ, രണ്ടാമത് ചെന്നൈ പാടാണ്ട, കാര്യം ഇപ്പോൾ വേക്കൻസി കുറവാണ്. 3 ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് അത് മാത്രം പറയുന്നു. ബാംഗ്ലൂർ ഫസ്റ്റ് വയ്ക്കാം. രണ്ടാമത് കട്ട് ഓഫ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കുറവായിരുന്നു കട്ട് ഓഫ്, പക്ഷേ ഇപ്പോൾ വേക്കൻസി ഇല്ലാതെ നമ്മൾ വച്ചിട്ട് വലിയ ഒരു ഇതില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് തിരുവനന്തപുരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെന്നൈ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടും ഒരേ എഫക്റ്റ് ആയിരിക്കും വരുന്നത്. ഇനി കൊന്നു കളഞ്ഞാലും എനിക്ക് കേരളം വിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ, നിങ്ങൾക്ക് തിരുവനന്തപുരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഇഫ് യു ഹാവ് ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹൈ ആണ്, ഒരു പ്രശ്നമില്ല, എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണോ ജോലി മതി, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മാൾഡ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ബിലാസ്പൂർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബിലാസ്പൂർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, കാര്യം നല്ല വേക്കൻസി അവിടെ കിടപ്പുണ്ട്. മാൾഡ, ബിലാസ്പൂർ, അതേപോലെ തന്നെ വേക്കൻസി കൂടുതലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ. കട്ട് ഓഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടായിരുന്നു CBT 1 എല്ലാവരുടെ ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ് വന്നത്. പക്ഷേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. കാര്യം ഗുഡ്സ് ഗാർഡ് ബിലാസ്പൂരിൽ 812 വേക്കൻസി കിടപ്പുണ്ട്, റാഞ്ചിയിൽ 675 വേക്കൻസി കിടപ്പുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മാൾഡയിൽ 461 വേക്കൻസി ഉണ്ട്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിൽ ഈ 3 സ്ഥലങ്ങൾ മാൾഡ ചൂസ് ചെയ്യാം, റാഞ്ചി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റാഞ്ചിയിൽ ഇത്രയും വേക്കൻസി എടുക്കുന്നത്, ഗുഡ്സ് ഗാർഡിന് ഇത്രയും വേക്കൻസി എടുപ്പുണ്ട്. സോ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ മാൾഡ വെച്ചോ, സെക്കൻഡ് പ്രിഫറൻസ് റാഞ്ചി വെച്ചോ, തേർഡ് പ്രിഫറൻസ് ബിലാസ്പൂർ വെച്ചോ. ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണ്, അതായത് സ്പെക്സ് വയ്ക്കുന്ന ആളാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണ്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ലോ ആണെങ്കിൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഏതൊക്കെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. 1 സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, 2 ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, മൂന്നാമതായിട്ട് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. ഇതിന് 3 ഏറ്റവും അധികം വേക്കൻസി ഉള്ളത്. കൊൽക്കത്തയിൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അജ്മീറിൽ വേക്കൻസി കിടപ്പുണ്ട്. ദെൻ മുംബൈയിൽ വേക്കൻസി കിടപ്പുണ്ട്. കൊൽക്കത്ത, അജ്മീർ, മുംബൈയിൽ വേക്കൻസി കിടപ്പുണ്ട്. പിന്നെ അടുത്തുള്ളത് ബാംഗ്ലൂരാണ്. നിങ്ങൾക്കത് ചൂസ് ചെയ്യാം കേട്ടോ. നാട്ടിൽ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ വയ്ക്കാം. കാര്യം ബാംഗ്ലൂരിൽ 30 വേക്കൻസിയും 31 വേക്കൻസിയും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഏത് ചൂസ് ചെയ്യുക? ബാംഗ്ലൂർ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി അതേസമയം എനിക്ക് പുറത്ത് പോയാലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ കൊൽക്കത്ത കഴിഞ്ഞ പരീക്ഷയുടെ CBT 1 കട്ട് ഓഫ് നിങ്ങൾ കണ്ടില്ലേ, വലുതായിട്ട് കൂടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ അവിടെ വയ്ക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം കഴിഞ്ഞ തവണ മുമ്പത്തെ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മാറ്റി വെച്ചതാണ്. ഓക്കെ, എന്നാലും കൊൽക്കത്ത നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാര്യം 159, 152 വേക്കൻസിയും കിടപ്പുണ്ട്. അജ്മീർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് അജ്മീറിൽ കട്ട് ഓഫ് കൂടുതലായിരുന്നു കേട്ടോ, CBT 1 കട്ട് ഓഫ് കൂടുതലായിരുന്നു. അല്ലെങ്കിൽ ബാംഗ്ലൂർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, കാര്യം ഇവിടെ ഇത്രയും സ്ഥലത്ത് വേക്കൻസി ഉണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് കണ്ടീഷൻ വരുന്നത് ഇങ്ങനെയാണ്, ഇഫ് യു ഓൺലി നീഡ് ജോബ്. ഓക്കെ, പക്ഷെ അവിടെയും നമ്മൾ ഓൺലി നീഡ് ജോബ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റത്തുള്ളൂ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരും. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മാൾഡയോ അല്ലെങ്കിൽ റാഞ്ചിയോ ബിലാസ്പൂറോ ചൂസ് ചെയ്യാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യാം നോക്കി. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലോ ആണെങ്കിൽ ബാംഗ്ലൂർ ചൂസ് ചെയ്യാം, കൊൽക്കത്ത ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ മുംബൈ കോമ്പറ്റീഷൻ എപ്പോഴും ഉള്ളൊരു സ്ഥലമാണ്, അജ്മീർ ചൂസ് ചെയ്യാം. ഈ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അനലൈസ് വരുന്നത്. നമുക്കൊരു ഒറ്റ ഉത്തരം പറയത്തില്ല ഏത് സോൺ ചൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇതാണ്. ഒന്ന്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ അറിഞ്ഞിരിക്കണം, കഴിഞ്ഞ കട്ട് ഓഫ് നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്കൊരു ഹോം സിക്നെസ് ഉണ്ടോ ഇല്ലയോ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഡേറ്റ വച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ആലോചിച്ച് നോക്കിയിട്ട് എവിടെ ചൂസ് ചെയ്യണമെന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോ. എന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് ഒന്നും വേണ്ട.
എടാ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാവും. കാര്യം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്തായാൽ പോലും നമുക്ക് സോൺ മാറ്റാൻ പറ്റത്തില്ല. ഏത് സോണാണോ നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ സോൺ തന്നെയാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ പോസിറ്റീവ് പ്രിഫറൻസും ബാക്കിയൊക്കെ മാറ്റാൻ പറ്റും, പക്ഷെ സോൺ മാറ്റാൻ പറ്റത്തില്ല. സോ ഏത് സോണാണെന്ന് നല്ലോണം ആലോചിച്ചിട്ട് അത് നിങ്ങളൊരു തീരുമാനം എടുത്തോ. എന്നിട്ട് ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരു വേക്കൻസി മാത്രം മതി. ഉറപ്പിച്ചോ, നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്, നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജോലി ആർക്ക് തന്നെ ആയിരിക്കും? നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നന്നായിട്ട് പഠിച്ചോ. ഇത് കഴിഞ്ഞ സൂപ്പർ നോട്ട്സിൻ്റെ ജെയുടെ റിസൾട്ടാണ്. ഇന്ന് അവരുടെ സക്സസ് മീറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആദ്യത്തെ റിസൾട്ടാണ്. കഴിഞ്ഞ RRB ജെയുടെ റിസൾട്ടാണ്. 54-ലധികം ആൾക്കാർ ആ ഒരു സെലക്ഷൻ കിട്ടിയ റിസൾട്ട്. ഓക്കെ, ഇന്ന് അവരുടെ സക്സസ് മീറ്റ് ട്രിവാൻഡ്രം SP ഗ്രാൻഡൈസിൽ വെച്ച് നടക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വരുന്ന നവംബർ 1 സൂപ്പർ നോട്ട്സിന്റെ NTPC ബാച്ച്. അപ്പോൾ നമ്മൾ ജെ റിസൾട്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ആൾക്കാരെ സെലക്ഷൻ കിട്ടിയത് ഞങ്ങളിലൂടെയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ വരുന്ന നവംബർ 1 സൂപ്പർ നോട്ട്സിൻ്റെ NTPC ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഏതാണ്ട് 400+ അവേഴ്സിൻ്റെ ക്ലാസ്സുകൾ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോടാം. കഴിഞ്ഞ NTPC എക്സാമിന് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 2024 ഒക്ടോബർ മുതൽ ഈ പരീക്ഷ വരെ CBT 2 വരെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ് കൊടുത്തു. റിവിഷൻ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ കൂടെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ലാതെ 3 മാസം കൊണ്ട് ബാച്ച് വൈൻഡപ്പ് ചെയ്തിട്ടില്ല, 4 മാസം കൊണ്ട് ബാച്ച് വൈൻഡപ്പ് ചെയ്തിട്ടില്ല. ഇതൊരു CBT 1 + CBT 2 ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. 8281223366. 3350 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത്. അതൊരു CBT 1 + CBT 2 ബാച്ചാണ്. പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. അതേപോലെ തന്നെ നല്ലൊരു മെന്റർഷിപ്പ് കാണും, മോട്ടിവേഷൻ സെഷൻസ് കാണും, എല്ലാം കാണും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. സോ നമുക്ക് നവംബർ 1 ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.